മീമത്തിന് ഏലസ് എന്ന് പറയും. ഏലസിലെ ഖുർആൻ ഓതിയിട്ട് ദിക്റുകളും തഹസ്സുനിന്റെ വാക്കുകളൊക്കെ എഴുതിയിട്ട് കിട്ടുന്നത്. ഏലസ് കെട്ടിൽ നിബിതങ്ങൾ നിരോധിച്ചു എന്ന് പറയുന്ന ഹദീത്തൊക്കെ ഷിർക്കുമായി ബന്ധമുള്ള ഏലസുകൾ എന്നാണെന്ന് ആ ഹദീത്തിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ അങ്ങനെ പറയാം അത് ഹറാമാണ്, അത് അങ്ങനെയാണ്, ഷിർക്കാണെന്ന് പറഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഏലസ് എന്ന് പറയുന്ന ഒരു സാധനം അത് പല ആളുകളും കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ചില ആളുകളുടെ അരയിലും കൈത്തണ്ടയിലും കഴുത്തിലും ഒക്കെ കണ്ടെയ്നർ ആയിട്ട് തൂക്കുന്ന ഒരു സാധനം. അത് രണ്ട് തരമുണ്ടോ? അല്ല, ഇപ്പൊ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് രണ്ടൈറ്റം ഉണ്ട് എന്നല്ലേ. ഷിർക്കാവുന്നതും ഷിർക്കല്ലാത്തതുമായ ഏലസ്. അങ്ങനെ ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അത് പഠിക്കണമല്ലോ, മനസ്സിലാക്കണമല്ലോ. ഷിർക്കിന്റെ കാര്യമാണല്ലോ. ഏതായാലും അത് സംബന്ധമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നത്. അത് പ്രമാണം കൊണ്ട് ഏലസ് എന്നുള്ളതിന്റെ വിധി എന്താണ് എന്നുള്ളതും, ഏലസ് രണ്ട് തരമുണ്ടോ, ഷിർക്കായതും ഷിർക്കല്ലാത്തതും ഇല്ലേ, അങ്ങനെ രണ്ട് ഐറ്റം ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് വിശദീകരിക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചേർക്കുന്നത്. കാണുക, മനസ്സിലാക്കുക. ഏലസ് പോലെയുള്ള നമ്മെ നരകക്കുഴിയിൽ കൊണ്ട് ചാടിക്കുന്ന കാര്യങ്ങള്, അതിനെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ വ്യക്തമായിക്കൊണ്ട് പ്രതിപാദിക്കുന്ന, പ്രമാണഖണ്ഡിതമായിക്കൊണ്ട് പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാക്കുക. ഏലസ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വീഡിയോയിലേക്ക്. അപ്പൊ രണ്ട് തരം ഏലസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഷിർക്കായ ഒരു ഏലസുണ്ട്, ഷിർക്കല്ലാത്ത ഒരു ഏലസുണ്ട്, ഹറാമായതുണ്ട്, ഹറാമല്ലാത്തതും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇസ്ലാമികമായിട്ടുള്ള മാനം? ഏലസിനെ കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത്? ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ, അതല്ല എന്താണ് വിഷയം? ശരിക്ക് ഏലസ് എന്നതിന് തെമീമത്ത് എന്നാണ് പ്രയോഗിക്കപ്പെട്ട വാക്ക്. ഇപ്പോൾ സാധാരണക്കാർക്ക് തോന്നല്ലോ ഒരു ഏലസ് അല്ലെങ്കിൽ ഐക്കല്ല് എന്നുള്ള അറിവുണ്ടാവുള്ളൂ. വ്യത്യസ്തങ്ങളായ നിർവചനങ്ങൾ പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തെമീമത്ത് എന്ന് പറഞ്ഞാൽ അത് രോഗികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒക്കെ മേത്ത് അവരെ ബാധിച്ച ദോഷങ്ങൾ മാറാൻ വേണ്ടി, ലിദഫിൽ ബലായി ഔ റഫി, അവരെ ബാധിച്ച ദോഷങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി കെട്ടിത്തൂക്കുന്ന ഒരു സംഗതി എന്നുള്ളതാണ് ഏലസിൻ്റെ നിർവചനമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ആളുകൾ കൊണ്ടു നടക്കുന്നതും. ആരെങ്കിലുമൊക്കെ എഴുതിത്തരുന്നത്, കെട്ടിത്തരുന്നത് ഇങ്ങനെ ശരീരവുമായി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാധിച്ച പ്രശ്നങ്ങളൊക്കെ മാറും എന്ന കാഴ്ചപ്പാടിലാണ് സമൂഹത്തിൽ ഇത് വ്യാപകമായിട്ട് കാണുന്നത്. ഇവിടെ എന്താ വെച്ചാൽ ഒരു ആത്മീയ ചൂഷണത്തിൻ്റെ വലിയൊരു വഴിയാണിത്. ഭയങ്കരമായ സാമ്പത്തിക ചൂഷണം, അതേപോലെ തന്നെ വിശ്വാസപരമായി സമൂഹം വഞ്ചിക്കപ്പെടാനും കബളിപ്പിക്കപ്പെടാനും ഇതൊരു വലിയ കാരണമാണ്. കാരണം ആളുകൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റപ്പെടുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകൾ പോകുന്ന ഒരവസ്ഥ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പൊതുവായി നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരു സംശയത്തിന് ഇടവില്ലാത്ത വിധാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന റുഖ വത്തമായും വത്തിവിലത ഷിർക്കുൻ. അപ്പോൾ ഇതിൽ തിവിലത്തമായും എന്ന പ്രയോഗം, അതായത് ഏലസ് പോലുള്ള കാര്യങ്ങൾ അത് ഷിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്. അപ്പോൾ അത് പൊതുവായ അറിയിപ്പാണ്. ഇനി അതിന് പ്രത്യേകമായ അറിയിപ്പില്ല. ഒന്ന്. രണ്ട്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരു സംഘം, 9 ആളുകളുള്ള ഒരു സംഘം വന്നു. അങ്ങനെ ആ 9 ആളുകളുമായിട്ട് ബൈഅത്ത് എടുത്തപ്പോൾ വാംസഖാൻ വാഹിദ്, ഒരാളെ ബൈഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു വെച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഒരാളെ നിങ്ങൾ ഒഴിവാക്കിയാലോ എന്താന്നുള്ളത്. അപ്പോൾ ഇന്ന അലൈഹി തമീമ, അവൻ്റെ മേലെന്തുണ്ട്, ഏലസ് ഉണ്ട്. അങ്ങനെ അത് കൈകൊണ്ട് മുറിച്ച് മാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് എടുത്തു. എന്നിട്ട് പറയാണ്, മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, തമീമത്ത് ആരെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. മറ്റൊരു സംഭവം ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നത് കാണാം, റുവൈഫി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ശേഷം കുറേ കാലം ജീവിക്കും, അപ്പോൾ ജനങ്ങളോട് നിങ്ങൾ അറിയിച്ചു കൊടുക്കണം. ഒന്ന്, ഈ താടി പ്രത്യേക കെട്ടിട്ടുങ്ങാണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അവരോട് പറയണം. അതേപോലെ തന്നെ തഖല്ലദ വത്തറൻ, തമീമത്ത് കെട്ടി നടക്കുന്ന ആളുകളോട് പറയണം. അതേപോലെ തന്നെ കാഷ്ടവും മറ്റൊക്കെ എല്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശൗചം ചെയ്യുന്ന ആളുകളോട് പറയണം. ഫഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീഉം മിൻഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആളാണ്, അതുമായി ബന്ധമില്ലാത്ത ആളാണ് എന്നറിയിക്കണം. ഒരുപാട് ഹദീസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തമീമത്ത്, ഈ ഏലസ് കെട്ടുക എന്ന സംഗതി അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തേണ്ട സംഗതിയല്ല
എന്നാണ് ഈ ഹദീസുകളൊക്കെ ബോധ്യമാക്കുന്നത്. ഇനി നമ്മുടെ പൂർവികരുടെ ഇപ്പോൾ ഇതൊക്കെ ആളുകൾ പറയൽ പിന്നെ ബാധിച്ച അസുഖം മാറാനാണ്, അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ മാറിക്കിട്ടാനാണ്, മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുക. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥനകൾ ജീവിതവുമായി ബന്ധപ്പെടുത്താതെ ഇസ്ലാം പിന്നെ പറയാത്തതും പ്രോത്സാഹിപ്പിക്കാത്തതുമായ വഴികളാണ് എന്ത് ചെയ്യണത്, ആശ്രയിക്കുന്നത്. ഇപ്പോൾ മഹാനായ ഇബ്രാഹിം അൻ-നഖഈ താബീങ്ങളുടെ പ്രധാനിയായ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് മുഗീറ റഹിമഹുല്ല പിന്നെ ചോദിച്ചതായിട്ട് കാണാം, ഞാൻ എന്നെ പനി ബാധിച്ചിട്ടുണ്ട്, അപ്പോൾ ആ പനി ബാധിച്ചത് മാറിക്കിട്ടാൻ വേണ്ടി എൻ്റെ കയ്യിൽ യാ നാറുകൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം എന്ന ആയത്ത് കെട്ടിത്തൂക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ ഫകരിഹ ദാലിക, അത് വെറുത്തു എന്നാണ്, അത് പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇപ്പോൾ രോഗം മാറിക്കിട്ടാൻ വേണ്ടി ഇത്തരം സംഗതികൾ കെട്ടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇസ്ലാമികമല്ല എന്ന് വരെ സംഭവം സൂചിപ്പിച്ചതാണ്. ഇനി മാത്രമല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിൽ കേട്ട പോലെ തന്നെ പിന്നെ അദ്കാറുകളും ആയത്തുകളൊക്കെ കെട്ടിവെക്കലാണ്. ശരിക്കും ഇന്നൊക്കെ നാട്ടിലുള്ള ഏലസ് പൊളിച്ചു നോക്കിയാൽ ഒരായത്തിൻ്റെ പൂർണ്ണത മര്യാദ കയ്യിലും കാണൂല. അതായത് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ അല്ലെങ്കിൽ ആരുടെങ്കിലുമൊക്കെ പേരുകൾ, അതല്ലെങ്കിൽ ശിർക്ക് കലർന്ന കുറേ യാ റസൂൽ, യാ ഷെയ്ഖ് എന്നുള്ള വിളികൾ, ഇതൊക്കെ അങ്ങനത്തെ കുറേ വരിയും കുറി അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ കാര്യമായിട്ട് കാണുക. പിന്നെ അതുമല്ല, ഇത് പ്രത്യേകം ബോർഡൊക്കെ വെച്ച ആളുകൾ ഇരിക്കുകയാണ്. ഇവിടെ വന്ന ഇതിനൊക്കെ പരിഹാരം ഉണ്ട് എന്നുള്ള വലിയ ബോർഡൊക്കെ വെച്ചിട്ട് അതിന് വിലയൊക്കെ നിശ്ചയിച്ച് ബില്ലൊക്കെ അടച്ചുള്ള പരിപാടിയാണ് ഇന്ന് കാണുന്നത്. ആ ജാഹിലിയത്തിലെ ഏലസ് സമ്പ്രദായം തന്നെയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അത് തുറന്നു നോക്കിയാൽ തന്നെ അറിയാം, അത് ഈ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ആയത്തോ ആണെന്നൊന്നും കിട്ടൂല. അപ്പോൾ ആ പറഞ്ഞ ഒപ്പിക്കലാണ് ശരിക്കും എന്ത് ഏലസ് എന്നുള്ള പിന്നെ ചൂഷണ മാർഗം വികസിപ്പിക്കാനുള്ള ഒരു ഒപ്പിക്കൽ സംസാരമാണത്. അല്ലാതെ അതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് ലാ യർജൂന സിവാഹു, നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത് അള്ളാഹുവിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് പ്രതീക്ഷ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൽ നിന്ന് പോകും. ഒന്ന്. രണ്ട്, വലാ യഖ്സുദൂന ഇല്ലാ ഇയ്യാഹു, നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിനെയാണ്. ഇവിടെ നടക്കുക ഏതെങ്കിലും ഉസ്താദിനെ ലക്ഷ്യം വെക്കും, അല്ലെങ്കിൽ തങ്ങളെ ലക്ഷ്യം വെക്കും, ഏതെങ്കിലും സിദ്ധനെ ലക്ഷ്യം വെക്കും, ഏതെങ്കിലും ഒരു കേന്ദ്രം, ആ കേന്ദ്രത്തിൽ പോയാൽ അവിടെ ചെന്നാൽ ഇത് മാറുന്നുള്ള മനോഭാവം. വലാ യലൂദൂന ഇല്ലാ ബി ജാനിബിഹി, അള്ളാഹുവിനോടല്ലാതെ അവർ അഭയം തേടൂല. വലാ യത്തുലുബൂന ഹവായിജ ഇല്ലാ മിൻഹു, അവരാവശ്യങ്ങൾ അള്ളാഹുവിനോടാണ് അവർ തേടുക. വലാ യർഗബൂന ഇല്ലാ ഇലൈഹി, അള്ളാഹുവിലേക്കാണ് അവർ പിന്നെ ആഗ്രഹം വെച്ചുകൊണ്ട് ചെല്ലുക. അപ്പോൾ തവക്കുലിൻ്റെ ശരിയായ അതിൽ നിന്ന് ആളുകളെ തെറ്റിച്ചിട്ട് ഇങ്ങനത്തെ കുറേ ഇസ്ലാം പറയാത്ത, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത, ഇസ്ലാം ഷിർക്ക് എന്ന് പറഞ്ഞതിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അതിനെ ന്യായീകരിക്കാനാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് തവക്കുലിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പരമേൽപ്പിക്കേണ്ടത്. ഇപ്പോൾ ഈ ഏലസ് കെട്ടുന്ന ആളുകൾ, അത് കുട്ടിയുടെ രോഗം മാറാൻ, അതേപോലെ തന്നെ പ്രയാസം നീങ്ങാൻ, അതേപോലെ തന്നെ അപകടങ്ങൾ പറ്റാതിരിക്കാൻ, പഠനത്തിന് ഉഷാറാകാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ എന്താണ് പിന്നെ ഈ ഒരു ഏലസിലൂടെ അല്ലെങ്കിൽ ഇത് കാരണമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പിന്നെ മൻ തഅല്ലക ശൈഅൻ ഉകില ഇലൈഹി, ആരെങ്കിലും ഒരു ഏലസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു. അഥവാ ആ ഹദീസിൻ്റെ ഷറഹ് കാണാം, അള്ളാഹു അവൻ അതിലേക്ക് ഏൽപ്പിക്കും. അഥവാ അതിന് ഒരു ഉപകാരം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അള്ളാഹു അവൻ്റെ കാര്യം പിന്നെ നോക്കുന്ന പ്രശ്നമില്ല. കാരണം അള്ളാഹുവിന് വെറുപ്പുള്ള കോപമുള്ള കാര്യമാണ് ചെയ്യണത്. പടച്ചോനെ എന്നെ കാക്കണേ, എൻ്റെ പ്രയാസം നീക്കണേ, അന്നെ ഞാൻ ഏൽപ്പിക്കണേ എന്ന് പറയേണ്ട ഒരു മനുഷ്യൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ, അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹു അല്ലാത്തവരിലേക്ക്, ശക്തികളിലേക്ക് അല്ലെങ്കിൽ വ്യക്തികളിലേക്ക്, വസ്തുക്കളിലേക്ക് അവൻ്റെ തവക്കുലിനെ മാറ്റി വെക്കണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൊറുക്കണ പ്രശ്നമില്ല. അള്ളാഹു നീ നോക്കിക്കോ, എൻ്റെ കാര്യം നോക്ക്, എന്നോട് ഇങ്ങോട്ട് പറയണ്ട എന്ന് പറയുന്നതാണ് അതിൻ്റെ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാനുള്ളത്. എന്ന് മാത്രമല്ല, ഇവിടെ ചില ആളുകൾ പറയും, നിങ്ങൾ മുജാഹിദുകളായിട്ടുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അള്ളാഹുവിനെയാണ് മാറ്റണത്, ഏലസ് മാറ്റി നിങ്ങൾ വിശ്വസിക്കണില്ല, ഇത് കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റും. പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ചാൽ അത് ഷിർക്കൻ അസ്ഗറാണ്, അതും ഷിർക്കാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ രോഗം മാറാൻ വേണ്ടി ആ നൂലിനെ, ചരടിനെ, ഏലസിനെ സബബാക്കിയിട്ടില്ല, കാരണമാക്കി വെച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സബബാക്കാത്ത ഒരു കാര്യത്തെ രോഗം മാറാനോ പ്രയാസം നീങ്ങാനോ ആപത്ത് മുസീബത്തുകളെ തടക്കാനോ സബബാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അത് ഷിർക്കാണ്. അതാണ് ഈ പറയപ്പെട്ടതെല്ലാം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതേപോലെ തന്നെ എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രോഗം മാറാൻ സബബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സംസം വെള്ളം രോഗം മാറാൻ സബബാണ്, അജുവകാരക്ക, അതുപോലെ മരുന്നുകൾ, അതുപോലെ തന്നെ ദുആകൾ, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സബബാക്കിയതാണ്. ഇപ്പോൾ ഒരാൾ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് എൻ്റെ രോഗം മാറണം, ഇതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരണം, അത് അള്ളാഹു ഇതിന് കാരണമാക്കി വെച്ചതാണ്.
അപ്പോൾ അതെന്താണ്, അത് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൽ അതിന് പ്രശ്നമില്ല. അതിന് പക്ഷേ പിന്നെ ഈ സബബല്ലാത്തൊരു സംഗതിയെ സബബാക്കുക എന്നുള്ളത് ഷിർക്കാണ്, യാതൊരു സംശയമില്ല. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വലിയ ഷിർക്കന്നാവുന്നു. ഇവിടെ ഈ ആളുകൾ, നമ്മളെ സാധാരണക്കാരായ ആളുകൾ, ഈ ഏലസ് ഇത് ഒരു സിദ്ധൻ്റെ അടുന്നോ ഷെയ്ഖിൻ്റെ അടുന്നോ ബീവിൻ്റെ അടുന്നോ ജാറത്തുനിന്നോ മന്ത്രി ചോദി കെട്ടിക്കൊണ്ടുവരികയാണ്. നമ്മളിവിടുന്ന് ആരെങ്കിലും കെട്ടലുണ്ടോ? സാധാരണക്കാരെന്ന് കെട്ടലുണ്ടോ? ഒരു സാധാരണക്കാരടുത്ത് ചെറിയ ഏലസ്, ഒരു ഏലസ് കൊടുക്കുന്ന യുവതി കെട്ടലില്ലല്ലോ. എന്തുകൊണ്ട് കെട്ടണില്ല? തന്നെത്താനും കെട്ടണില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സിദ്ധന് അല്ലെങ്കിൽ ഈ ജാറത്തിൽ ഇരിക്കുന്ന ആൾക്ക് ഇയാൾക്ക് എന്തോ ഒരു അപ്രമാദിത്വമുണ്ട്, അയാൾക്കൊരു കഴിവുണ്ട്, അയാൾ അള്ളാൻ്റെ അടുത്ത ആളാണ്. അപ്പോൾ അയാൾ ഊതി തരികയാണ്. അപ്പോൾ അയാൾക്ക് ഒരു രഹസ്യം, അയാളുടെ അടുക്കൽ ഒരു കഴിവുണ്ട്, ശക്തിയുണ്ട്, ഒരു ദിവ്യത്വമുണ്ട് എന്ന് വിചാരിക്കുന്നതോട് തന്നെ അത് ദീനിന്ന് പുറത്തോണ ശിർക്കായി. ആ വിശ്വാസം തന്നെ. പിന്നെ ഈ കെട്ടുന്നതും അതേപോലെ തന്നെ ദീനിന്ന് പുറത്തോണ ശിർക്ക്. അപ്പോൾ ആ വിശ്വാസത്തിലാണ് ഇവിടെ കെട്ടുന്നത്. അതും നമ്മൾ ഇതിലൂടെ തന്നെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ക്ലിപ്പിൻ്റെ അവസാനത്തിൽ ഇയാൾ കോട്ടിമാറ്റുന്നൊരു കാര്യമുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കാണെന്ന് ഏലസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മൂപ്പർക്ക് നിഷേധിക്കാൻ വയ്യ, കാരണം ഹദീസ് പച്ചയായ ഹദീസാണ്. അപ്പോൾ പിന്നെ മൂപ്പർ പറയണത് എന്താ വെച്ചാൽ, അത് ജാഹിലിയത്തിലെ ആളുകൾ, മക്കയിലെ മുശ്രിക്കുകളും ജാഹിലിയത്തിലെ ആളുകളും അവരുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്തി കെട്ടുന്ന ഷിർക്കിൻ്റെ, അഥവാ ജാഹിലിയത്തിലെ ഷിർക്കിൻ്റെ ചരടുകളാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഞങ്ങൾ അതല്ല കെട്ടണമെന്ന്. ഇവിടെ മൂസലായി പറഞ്ഞു, ഈ ഏലസ് പൊളിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഷിർക്കൻ മന്ത്രങ്ങൾ കാണും. അതേപോലെ തന്നെ എന്തെല്ലാമോ എഴുതി വെച്ചാണ്. ഷെയ്ഖുമാരെ വിളിക്കുന്നു, റസൂലുള്ളാഹിനെ വിളിക്കുന്നു, അത് നമുക്ക് കാണാൻ സാധിക്കും. വരകളും കുറികളും ആയത്തും ഹദീസും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇവർ എഴുതി വെക്കുന്നത് ആയത്തും ഉണ്ട്, ഹദീസും ഉണ്ട്, അതേപോലെ ഷിർക്കൻ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ അത് ജാഹിലിയത്തിലായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് ബന്ധമുണ്ട്. കാരണം ജാഹിലിയത്തിലെ അറബികളെ വിശ്വസിച്ച എന്താ, ഈ മഹാന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുണ്ട്, അതിലൂടെ ഞങ്ങളെ പ്രയാസം നീങ്ങും. അത് തന്നെയാണ് ഇവിടെ ഉസ്താദന്മാർക്കും തങ്ങന്മാർക്കും ബീമാർക്കും ഇവർ വിശ്വസിക്കുന്നത്. ഇനി മറ്റൊരു കാര്യത്തിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇയാൾ പറഞ്ഞത് ഖുറാനും സുന്നത്തൊക്കെയാണ് പ്രശ്നമില്ല, ഞങ്ങളതാണ് ചെയ്യണത്. ഒരതല്ല ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ അതിൻ്റെ കൂടുതൽ അതും ചെയ്യുന്നുണ്ട്. ഇനി അത് ഖുറാനും സുന്നത്ത് എഴുതി വെക്കാൻ പറ്റുമോ? ഖുർആനും അതേപോലെ തന്നെ പിന്നെ ദിക്റുകളും എഴുതിയിട്ട് കെട്ടാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക. പണ്ഡിതന്മാർ പറയാണ്, ആരെങ്കിലും ഏലസ് കെട്ടിയവൻ ഷിർക്ക് ചെയ്തു. അതിനൊരു ഇസ്തിസ്ന ആയിട്ട് ഇത് ഖുർആനും സുന്നത്തും അദ്കാറുകളാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് റുക്കിയന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഷിർക്കുള്ള റുക്കിയ പറ്റൂല, മന്ത്രങ്ങൾ ഷിർക്കൻ മന്ത്രങ്ങൾ പറ്റൂല. ഷിർക്കില്ലാത്ത മന്ത്രമാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു. പക്ഷേ ഏലസിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി പറഞ്ഞില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആമായിട്ട് മൊത്തത്തിൽ പറഞ്ഞു, ആരെങ്കിലും ഏലസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഷിർക്ക് ചെയ്തു. ആരെങ്കിലും ഏലസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു, അള്ളാഹു അവനെ തിരിഞ്ഞു നോക്കണ പ്രശ്നമല്ല. അവിടെ നബി പറഞ്ഞിട്ടില്ല എന്ത്, ആയത്തും അതേപോലെ തന്നെ ദിക്റുകളാണെങ്കിൽ പറ്റുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അത് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചിട്ടില്ല. നേരെ മറിച്ച് ജാഹിലിയത്തിൽ ഞങ്ങളൊരു മന്ത്രം ചൊല്ലിയിരുന്നു. അപ്പോൾ റസൂൽ അവിടെ ചോദിച്ചു, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മന്ത്രങ്ങൾ കൊണ്ടിരിക്കും, ഞാൻ പരിശോധിക്കട്ടെ, അതിൽ ഷിർക്കുള്ള മന്ത്രമാണെങ്കിൽ ചെല്ലാൻ പറ്റൂല. അല്ലെ പോയിന്റാണത്. പക്ഷേ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഷിർക്കില്ലാത്ത ഏലസാണ് പറ്റും, ഷിർക്കുള്ള അങ്ങനെ ഒരു വിഭജനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല, പണ്ഡിതന്മാരും നടത്തിയിട്ടില്ല. എന്നാൽ ചില കിതാബുകളിൽ ചർച്ചകൾ കാണുന്നുണ്ട്, ഖുർആൻ എഴുതി വെക്കാൻ പറ്റും. ഖുർആൻ ബർക്കത്തുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ചർച്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അതും പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഖുർആൻ ബർക്കത്തുള്ളതാണെങ്കിൽ ഇവരെന്തിനാ ജാറത്തേക്ക് വണ്ടി എടുത്ത് പോകുന്നത്? ബീവിന്റെ അടുത്ത് ഓൽക്കന്നാണ് കെട്ടിയാൽ മതി. ഒരു സാധാരണക്കാരോട് ഇതൊന്ന് എനിക്കൊരു ഒരു ഏലസ്, ഇത് ഖുർആൻ എഴുതി ഏലസാണ് കെട്ടിക്കൊണ്ടാ എന്ന് പറഞ്ഞാൽ മതി. അല്ല സ്വന്തം കെട്ടിയാൽ പേരൻ്റെ ഉള്ളിൽ നിന്ന് കെട്ടിയാൽ മതി. നമുക്ക് തന്നെ എഴുതിയിട്ട് കെട്ടിയാൽ പോരെ, നമുക്ക് തന്നെ എഴുതിയിട്ട് കെട്ടിയാൽ മതി. പിന്നെ എന്തിനാ ജാറത്ത്? അപ്പൊ ജാറത്തിലുള്ള ഷെയ്ഖിന് സിദ്ധിയുണ്ട്. ലക്ഷ്യം ഖുർആനല്ല. ഓല കഴിവുണ്ട്, ഓല കഴിവാണ്, അതിനനുസരിച്ചാണ് ഓൽക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്, ഓല് അള്ളാന്റെ ആൾക്കാരാണ് എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ